നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വ്യായാമത്തെക്കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ട് പലരും എന്നോട് നേരിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വരികയുണ്ടായി. വ്യായാമം ഞാൻ വലിയ ഒരു ബോഡി ബിൽഡറോ അല്ലെങ്കിൽ വലിയ വ്യായാമ മുറകൾ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഈ വ്യായാമം എന്നുള്ള ഫിസിയോളജിക്കൽ, അതായത് ശാസ്ത്രീയമായിട്ട് എന്താണ്, നമ്മുടെ ശരീരത്തിനെ അതെങ്ങനെ സ്വാധീനിക്കുന്നു, ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അത് വരുത്തുന്നു, ശരീരം അതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ തടയുന്നു എന്നുള്ളതൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏതൊക്കെ വ്യായാമങ്ങളാണ് നല്ലത്, അതെപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ സ്വയം പഠിച്ച് മനസ്സിലാക്കി. പിന്നെ എൻ്റെ ഈ പറയുന്ന ഡയബറ്റോളജിയുടെ ഒരു കാഴ്ചപ്പാടിലൂടെ പ്രമേഹ രോഗികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വ്യായാമങ്ങൾ ആവശ്യം, എന്ത് തരത്തിലുള്ളത്, എപ്പോൾ ചെയ്യണം, എത്ര ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഇപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തുടർച്ചയായി വന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം പലരെയും കുഴപ്പിക്കാറുണ്ട്. പലരും വിചാരിക്കുന്നു, പണ്ടേ മുതൽ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മളോട് പറയുമായിരുന്നു അല്ലേ, അതിരാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണം, വെറും വയറ്റിൽ വ്യായാമം ചെയ്യണം, അതായത് ഒരു തുള്ളി വെള്ളം കുടിക്കരുത്, ഭക്ഷണമോ ഒട്ടും തന്നെ കഴിക്കരുത്, വയറ് കാലിയായിരിക്കണം, ആ അവസ്ഥയിലായിരിക്കണം വ്യായാമം ചെയ്യുന്നത്. പിന്നെ വ്യായാമം എന്ന് പറഞ്ഞാൽ കുറേ നടക്കണം, കുറേ ഓടണം, കുറേ ചാടണം, ഇതുപോലെ കുറേ കസർത്ത് കാണിക്കണം. പിന്നെ മറ്റു ചിലരുണ്ട്, അവർ പറയും ഇതൊന്നും വേണ്ട, നിങ്ങൾ യോഗ ചെയ്താൽ മതി, യോഗ ചെയ്താൽ അതാണ് ഏറ്റവും ഉത്തമമായ ഒരു വ്യായാമമുറ എന്ന് പറയുന്നവരുണ്ട്. മറ്റു ചിലർ പറയും ജിമ്മിൽ പോയാൽ വ്യായാമമാവും. അപ്പോൾ എല്ലാ മാസവും 10,000-20,000 രൂപയൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് ഏതെങ്കിലും എയർ കണ്ടീഷൻ ഫാൻസി ജിമ്മിൽ പോയിട്ട് നിങ്ങൾ കസർത്ത് കാണിച്ച് നിങ്ങളുടെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ വ്യായാമം എന്നുള്ളത്. ഓക്കെ, ഇവിടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളെ ഞാൻ അംഗീകരിക്കുന്നു, എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഞാനിതിൽ വളരെ നല്ല പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം. വ്യായാമം എന്നുള്ളത് വെറുതെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല. ഇപ്പം ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഇവിടെ അല്ലേ, എൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, എൻ്റെ താടിയല് മുകളിലും താഴെയൊക്കെ അനങ്ങുന്നുണ്ട്, എൻ്റെ നാവ് അനങ്ങുന്നുണ്ട്, എൻ്റെ കൈകൾ അനങ്ങുന്നുണ്ട്. അപ്പോൾ അത് വ്യായാമമാണോ? നോ, അത് വ്യായാമമായിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം അത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ശരീരത്തിൻ്റെ സ്വാഭാവികമായ ചലനങ്ങൾ, ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിൻ്റെ ഭാഗം മാത്രമാണ്. സംസാരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ആംഗ്യങ്ങൾ കാണിക്കുക, എൻ്റെ മുഖത്തെ മസിൽ, അതായത് മാംസപേശികൾ നീങ്ങുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായ ഒരു പ്രക്രിയ. അതായത് ശ്വാസം വലിച്ചു വിടുന്ന പോലെയുള്ളത്. ശ്വാസം വലിച്ചു വിടുമ്പോൾ എൻ്റെ നെഞ്ച് ഇങ്ങനെ വികസിക്കും അല്ലേ, ഇതാവും, ചെറുതാവും. അതുപോലെ ഡയഫ്രം എന്ന മസിൽ മുകളിലേക്കും താഴേക്കും നീങ്ങും. അപ്പോൾ അതൊക്കെ എക്സസൈസായിട്ട് കൂട്ടാൻ പറ്റുമോ? ഒരിക്കലുമല്ല, ഫിസിക്കൽ ആക്ടിവിറ്റി. അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ് വാക്കിംഗ്. നടത്തം എന്നുള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല, എക്സസൈസ് മാത്രമാണ്, എക്സസൈസ് അല്ല. അത് ഓർമ്മ വയ്ക്കുക. അതായത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ നടത്തം വി ആർ ഓവർ ഡൂയിങ് ഇറ്റ്. നടന്നാൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണയുണ്ട്, തെറ്റാണ്. നടത്തത്തിലൂടെ ഗുണങ്ങളുണ്ട്, കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്സ് കിട്ടും, അതിൽ സംശയമില്ല. പക്ഷെ ഒരു എക്സസൈസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. വളരെ എനർജി എഫിഷ്യൻ്റ് ആയ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമാണ് നടത്തം. ഓക്കെ, ബാക്കിയുള്ള എക്സസൈസിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. സോ പ്ലീസ് കം ബാക്ക് ടു us with your comments about exercise. This is point number 1, ടേക്ക് ഹോം മെസ്സേജ് ആണത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് എക്സസൈസ് ചെയ്യേണ്ടത്? നോ മാറ്റർ വാട്ട് എക്സസൈസ് യു ആർ ഡൂയിങ്, നിങ്ങൾ എപ്പോഴാണ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഏത് സമയത്തും നിങ്ങൾക്ക് ചില എക്സസൈസസ് ചെയ്യാവുന്നതാണ്. എല്ലാം ചെയ്യാം എന്നല്ല പറഞ്ഞു. ഉദാഹരണം, ഏതു സമയത്ത് എക്സസൈസ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ നട്ടുച്ചയ്ക്ക് നടക്കാൻ ഇറങ്ങി എന്ന് പറയുന്നത് പൊട്ടത്തരമാണ് ആണല്ലോ. ഏതു സമയത്ത് എക്സസൈസ് ചെയ്യാമെന്ന് സാറ് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പാതിരയാക്കി സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി, എൻ്റെ തെറ്റാണോ? അത് മണ്ടത്തരം. അപ്പോൾ അത് കുറച്ച് കോമൺ സെൻസോടെ ആൾക്കാർ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഏത് സമയത്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലർക്ക് രാവിലെ ചെയ്യാനായിരിക്കും സൗകര്യം. ഇപ്പോൾ ഉദാഹരണം,
എനിക്കത് രാവിലെ ചെയ്യാനാണ് ഇഷ്ടം. രാവിലത്തെ ആ വളരെ ശാന്തമായ അന്തരീക്ഷം, രാവിലെ വലിയ ബഹളങ്ങളൊന്നുമില്ല, പൊടി ശല്യവും വാഹനത്തിരക്കും അതൊന്നുമില്ല. ആ സമയത്ത് ഓപ്പൺ എയറിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തോ വ്യായാമം ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഫ്രഷാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ആളുമാണ്. ഏതാണ്ട് 4-4:30 മണിക്കൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ സമയം സൗകര്യമായിട്ട് തോന്നുന്നു. ഞാൻ രാവിലെ ചെയ്യും. ഇനിയിപ്പോൾ രാവിലെ ഒട്ടും സമയം കിട്ടാത്ത ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം രാത്രി വന്ന് വളരെ വൈകിയാ കിടന്നുറങ്ങുന്നത്. എൻ്റെ രാവിലെ 4 മണിക്കൊന്നും എഴുന്നേൽക്കാൻ പറ്റില്ല. എനിക്ക് വൈകിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വൈ നോട്ട്? വൈകിട്ട് എക്സസൈസ് ചെയ്താൽ എന്താ കുഴപ്പം? ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. വൈകിട്ട് എക്സസൈസ് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ചെയ്യൂ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യൂ. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു ചിട്ടയോടെ അത് ചെയ്യുക. 1/2 മണിക്കൂർ 3/4 മണിക്കൂർ, അതാണ് ശരാശരി എക്സസൈസിന് എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടത്. 1 മണിക്കൂർ മാക്സിമം. 1 മണിക്കൂറിന് കൂടുതൽ എക്സസൈസ് ആവശ്യമുള്ളവർ യൂഷ്വലി പ്രൊഫഷണൽ അത്ലീറ്റ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ്, മോഡൽസ്, ആക്ടേഴ്സ്, ഈ വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാർക്കൊക്കെയാണ് 1 മണിക്കൂറിന് കൂടുതൽ എക്സസൈസ് വേണ്ടി വരിക. എന്നെപ്പോലെ സാധാരണ ഈ ചാനൽ കാണുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം 45 മിനിറ്റ്സ് ടു 1 അവർ മതി. അതിലും കൂടുതൽ എക്സസൈസ് വേണ്ട. ഇനി രാവിലെയാണോ വൈകുന്നേരമാണെന്ന് ഞാൻ പറഞ്ഞു, ഏത് സമയത്തും നിങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലാത്ത സമയം, പണ്ട് നരസിംഹൻ്റെ പറഞ്ഞ പോലെ രാവിലെയും പാടില്ല, പകലും പാടില്ല, രാത്രിയിലും പാടില്ല എന്ന് പറഞ്ഞ പോലെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ചെയ്യാൻ സൗകര്യം, ഉച്ചയ്ക്ക് കുറച്ച് സമയം വീണ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാമോ? അത്രയും വലിയൊരു അഭിപ്രായം ഞാൻ ഇതിനെക്കുറിച്ച് പറയില്ല. കാരണം ഉച്ചയ്ക്ക് അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ താരതമ്യേന കുറവാണ്. എന്നാലും നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ലഘു വ്യായാമങ്ങൾ ഉച്ചയ്ക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. അവിടെയാണ് ഒരു പോയിന്റ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കുന്നതിന് മുമ്പാണോ, ഊണ് കഴിച്ചതിന് ശേഷമാണോ, വെറും വയറ്റിലാണോ അതോ വയറ് നിറച്ചതിന് ശേഷമാണോ ചെയ്യേണ്ടത്? ഒരു കാരണവശാലും ആരും വയറ് നിറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ കാര്യമായ വ്യായാമം ചെയ്യരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മൂക്കുമുട്ടയെ നിങ്ങൾ വെട്ടി വിഴുങ്ങിയതിന് ശേഷം ദയവായി ചെയ്ത് നിങ്ങൾ വലിയ വ്യായാമത്തിനൊന്നും പോയേക്കരുത്. അത് പണി ചോദിച്ചു വാങ്ങിക്കുന്ന. ഇത് ഈവൻ കൊച്ചു കുട്ടികൾക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ചിലർ ഈ അബദ്ധം കാണിക്കാറുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ജിമ്മിൽ പോയി പണി ചോദിച്ചു വാങ്ങിച്ചവരെ എനിക്കറിയാം. അതായത് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ ഒരു പോഷ് ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ 10-60 കൂട്ടം സാധനമുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് വലിച്ചു വാരി കഴിച്ച് എന്നിട്ട് പോകാൻ നേരത്ത് ഇത്രയും കഴിച്ചല്ലോ, ഒരു കുറ്റബോധം. ഒന്ന് ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് കസർത്ത് കാണിക്കാം. ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഒരിക്കലും നമ്മളാരും അത് ചെയ്യരുത്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. എന്നാൽ ചെറിയ വളരെ ലഘു ഭക്ഷണം കഴിച്ചിട്ട് വേണം പ്രമേഹ രോഗികൾ വ്യായാമം ചെയ്യാൻ. രാവിലെ ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് വ്യായാമം കഴിവതും ഒഴിവാക്കുക. ഇപ്പോൾ ആ നേരത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ലഘു വ്യായാമം ചെയ്യുക. പാതിരയ്ക്ക് ചെയ്യാവുന്ന വ്യായാമം തീർച്ചയായിട്ടും ചെയ്യാം. പാതിരാക്കി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ IT പ്രൊഫഷണലാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 11-11:30 മണിയായി, എനിക്ക് ആ നേരത്ത് വ്യായാമം ചെയ്യണം. പക്ഷെ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വ്യായാമം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വ്യായാമം വേറെ പല ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കും. അതിനാൽ ഉറക്കത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾ വളരെ കഠിന വ്യായാമം ചെയ്താൽ നിങ്ങളുടെ ഉറക്കത്തിന് അത് തടസ്സപ്പെടുത്താം. ലഘു വ്യായാമത്തിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വ്യായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയം മോർണിംഗ് ഓർ ഈവനിങ്. ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് ഓൺ എ ഫുൾ സ്റ്റൊമക്ക്. വയറ് നിറച്ച് കഴിച്ചിട്ട് പാടില്ല. എല്ലാവരും ലൈറ്റായിട്ട് ഒരു പിടി നട്ട്സ്. ഇപ്പോൾ പാല് കുടിക്കുന്ന ആളാണ്, നല്ല പാല് കിട്ടുന്നെങ്കിൽ കുടിച്ചോ. ഞാൻ കുടിക്കാറില്ല, അത് വേറെ കാര്യം. ഞാൻ കുറച്ച് വെള്ളമോ എന്തെങ്കിലും കുടിച്ചു, കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വല്ലതും കഴിച്ചിട്ടാണ് സാധാരണ വ്യായാമം ചെയ്യുന്നത്. അതാണ് എൻ്റെ രീതി. അത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കാവാം. പക്ഷേ വയറ് നിറച്ചതിന് ശേഷം വലിയ വ്യായാമങ്ങൾ ചെയ്യരുത്. ഓക്കെ. മരുന്നെടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം, എസ്പെഷ്യലി ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികളാണ്, മുമ്പ് ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ട്, ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ പുതുതായി വ്യായാമം തുടങ്ങാവൂ. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്ക് കഴിവതും എല്ലാവരും ഒഴിവാക്കുക. വെറും വയറ്റിൽ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു തന്ന പോലെ വെറും വയറ്റിലല്ല എക്സസൈസ് ചെയ്യേണ്ടത്. പിന്നെ ഏത് തരത്തിലുള്ള ഭക്ഷണം, അതിനെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊന്നുമല്ല, അത് ഓരോ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നു, എത്ര നേരത്തേക്ക് ചെയ്യുന്നു, അതിനൊക്കെ അനുസരിച്ചിരിക്കും. അത് നമുക്കങ്ങനെ ജനറലൈസ് ചെയ്യാൻ സാധ്യമല്ല. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേനൽക്കാലം വരുന്നുണ്ട്, വെള്ളം ആവശ്യത്തിന് കുടിക്കുക. അതുപോലെ പ്രോട്ടീൻ ഷെയ്ക്സ് അല്ല പറയുന്നത് ഇവിടെ കേട്ടോ.
ഈ ഫാൻസി ഷെയ്ക്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്ന 2000-3000 രൂപയുടെ ഷെയ്ക്കൊക്കെ പിടിച്ച് കുടിക്കാൻ നോ, ഐ വിൽ നോട്ട് അഡ്വൈസ് എനി ഓഫ് ദീസ് തിങ്സ്. അതൊക്കെ പലർക്കും ബുദ്ധിമുട്ടാവാറുണ്ട്, അത് കാരണം അപകടങ്ങളൊക്കെ വരാറുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. സാധാരണ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചില സാധനം, ഒരു പിടി നിലക്കടല, അല്ലെങ്കിൽ കശുവണ്ടി, അല്ലെങ്കിൽ സം ഡ്രൈ ഫ്രൂട്ട്, ഓർ ഈവൻ പഴം വളരെ നല്ലൊരു എനർജി സോഴ്സ്. നമ്മുടെ സാധാരണ വാഴപ്പഴമില്ലേ, 1-2 വാഴപ്പഴം കഴിച്ചിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. പാലും കൂടി കുടിച്ചോ, വേണമെങ്കിൽ 2 മുട്ടയും കഴിച്ചോ അതിൻ്റെ കൂടെ. എഗെയിൻ ഇതായിട്ട് യു ക്യാൻ ഡിവൈഡ് ഇറ്റ്, എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാനല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ജനറൽ ഒരു ഗൈഡ് ലൈനാണ് ഇത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ ആരും വന്നേക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ എക്സസൈസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ ഫിസിയോളജി, അതായത് ഇതിൻ്റെ ശാസ്ത്രീയ വശം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു എക്സസൈസ് എക്സ്പേർട്ട്, അങ്ങനെ ജിം ബോഡി ഉള്ളവനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ആളെന്നല്ല. പക്ഷെ ശാസ്ത്രീയമായിട്ട് തീർച്ചയായിട്ടും ആധികാരികമായിട്ടും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യായാമ മുറകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻസിൽ എഴുതുക. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാന ചോദ്യം, എപ്പോഴാണ് എക്സസൈസ് നിർത്തേണ്ടത്? ചെയ്തു തുടങ്ങിയ എക്സസൈസ് എപ്പോഴും നിർത്തണം? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 1, നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ആ നിമിഷം നിർത്തുക. ഇഫ് യു ആർ ഫീലിംഗ് അൺഈസി, ചെസ്റ്റ് പെയിൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എന്ത് ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിർത്തുക. 2, നിങ്ങളുടെ നെഞ്ചിടിപ്പ്, അതായത് ഹാർട്ട് റേറ്റ് ഒരു ഘട്ടം കഴിഞ്ഞ്, യൂഷ്വലി ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, നിങ്ങൾ 40 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് ഏതാണ്ട് 100 to 120 വരെ പോവാം, സേഫായിട്ട് പോവാം, നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങൾ. എന്നാൽ നിങ്ങൾ ഡയബറ്റിക് ആണ്, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് വളരെ നിയന്ത്രിച്ച് നിർത്തണം. അത് നിങ്ങളുടെ ഡോക്ടർ, അത് നിങ്ങൾക്ക് തന്നെ പൾസ് ചെക്ക് ചെയ്ത് തീരുമാനിക്കാം. അപ്പോൾ അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിർത്തുക. 2, ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം, അപ്പർ ലിമിറ്റ് യൂഷ്വലി പറയണ 115 ബട്ട് ഐ ലൈക്ക് ടു പ്ലേ ഇറ്റ് സേഫ്. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക് 120 നിലനിർത്തിയാൽ ദാറ്റ് ഷുഡ് ബി ഇനഫ്. 3-മത്തേത്, വേദന ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ശരീരഭാഗത്ത്, അത് നെഞ്ചിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഈവൻ കാൽപാദത്തിലോ മുട്ടിലോ കൈക്ക്, ഇപ്പോൾ പുഷപ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുൾ ഡൗൺ, പുള്ളപ്സ്, പുൾ ഡൗൺ, വാട്ടെവർ, അത് ചെയ്യുമ്പോൾ നെഞ്ചിൻ്റെ വശത്ത് വേദന അല്ലെങ്കിൽ വയറിൻ്റെ വശത്ത് വേദന ഉണ്ടെങ്കിൽ സ്റ്റോപ്പ്. ബിക്കോസ് പെയിൻ എന്ന് പറയുന്നത് ടിഷ്യൂ ഇഞ്ചുറിയുടെ ഒരു ലക്ഷണമാണ്. ഏതോ ടിഷ്യൂവിന് അവിടെ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്. തുടരുന്നത് തെറ്റായൊരു തീരുമാനം. വ്യായാമം അവിടെ നിർത്തുക ആൻഡ് സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ഇമ്മീഡിയറ്റ്ലി. 4-മത്തേത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു, എസ്പെഷ്യലി ഒരു പ്രായത്തിന് ശേഷം, ഏതെങ്കിലും ഒരു അപ്ലയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സസൈസ് ഡിവൈസ് ചെയ്യരുത്. ഉദാഹരണം, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു സ്റ്റാർ ഹോട്ടലിൽ പോവുകയാണ്, അവിടുത്തെ ഹെൽത്ത് ക്ലബ്ബ് കൊണ്ടപ്പോൾ കണ്ണ് അടിച്ചു പോയി, പുതിയ എക്യുപ്മെൻ്റ് ആണല്ലോ, ഒന്ന് പോയി. നോ, നെവർ ഡു ദാറ്റ്. ബിക്കോസ് ഇപ്പോഴത്തെ ടെക്നോളജി, എക്സസൈസ് മെഷീൻസിൽ വന്ന ടെക്നോളജി ഭയങ്കരമാണ്. നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നതിലും ഭയങ്കര ടെക്നോളജിയുള്ള മെഷീൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാതെ ഒരു കാരണവശാൽ ഈ പണിക്ക് ഇറങ്ങരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് 5-മത്തേത്, നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് കുറവാണെങ്കിൽ, അതുപോലെ സ്റ്റാൻസ്, നിങ്ങൾക്ക് ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അത്തരത്തിലുള്ള എക്സസൈസ് തുടരരുത്. ഇൻഫാക്ട് തുടങ്ങുക പോലും ചെയ്യരുത്. ഉദാഹരണം, ഡംബൽസ് ഗ്രിപ്പ് ചെയ്യുന്നൊരു രീതിയുണ്ട്. കൃത്യമായിട്ട് ഡംബൽസ് ഗ്രിപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഗുണത്തെക്കാളേറെ ദോഷം മാത്രമല്ല അപകടവും ചോദിച്ചു വാങ്ങിക്കും. ബിക്കോസ് കഷ്ടകാലത്തിന് നിങ്ങളുടെ ഗ്രിപ്പ് ശരിയല്ല എങ്കിൽ, ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ വിരലുകളുടെ മാത്രം ചലനമല്ല, റിസ്റ്റിൻ്റെയും ഫോർആം മസിൽസിൻ്റെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. റിസ്റ്റ് പവറും കൂടി വേണം നല്ല ഗ്രിപ്പിന് വേണ്ടി. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ, സേ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഒരു ടെന്നീസ് എൽബോ ഉള്ളവർക്ക് നല്ലപോലെ ഗ്രിപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ ഗ്രിപ്പ് ചെയ്യുമ്പോഴേക്കും കൈമുട്ടിൻ്റെ അവിടെ അവർക്ക് വേദന എടുക്കും. അപ്പോൾ ഇതാണ്, ഡംബൽസ് ആണ് ഗ്രിപ്പ് ചെയ്തിരിക്കുന്നത്, അത് വെച്ചിട്ട് ബൈസെപ്സ് കേളൊക്കെ നിങ്ങൾ ചെയ്യുക. ഗ്രിപ്പ് കഷ്ടകാലത്തിന് എങ്ങാനും വിട്ടുപോയാൽ, ഇവിടെ വേദനിച്ച് ഗ്രിപ്പ് വിട്ടുപോയാൽ ഈ ഡംബൽ നേരെ വീഴാൻ പോകുന്നത് നിങ്ങളുടെ
കാൽപാദത്തിലായിരിക്കും. അതിനാൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമുള്ളവർ ഈ തരത്തിലുള്ള വ്യായാമ മുറകൾ തുടരുകയും ചെയ്യരുത്. ഇഫ് യു ഹാവ് ലൈക്ഡ് ഇറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് കമൻറ്റ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആൻഡ് നിങ്ങളുടെ ചോദ്യങ്ങളും കൂടി ചോദിക്കുക. വിൽ ട്രൈ ടു ആൻസർ ഓൾ ഓഫ് ദം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.